കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ പോർഷനായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാംഗ്വേജ് മീൻസ് ഇപ്പോൾ ഒരു ഇൻപുട്ട് മാത്രം കൊടുത്തുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡാറ്റ എന്ത് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടി കൊടുക്കേണ്ടി വരും. ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെഷീൻ ലെവൽ, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഇപ്പം നമ്മുടെ സിലബസിൽ നമുക്ക് 2 ലാംഗ്വേജസേ പഠിക്കാനുള്ളൂ, ഹൈ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ലോ ലെവൽ ഓർ മെഷീൻ ലെവൽ ലാംഗ്വേജസ്. നമുക്കപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. High level languages are user friendly languages which are similar to English with a vocabulary of words and symbols. That means high level languages എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ, അതായത് യൂഷ്വലി നമ്മളിപ്പം ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ എഴുതുന്ന പോലെ, സോ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ആൻഡ് റിക്വയർ ലെസ് ടൈം ടു റൈറ്റ്. മനസ്സിലാക്കാനും എഴുതാനും ഒക്കെ എളുപ്പമായിരിക്കും. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ബിക്കോസ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ സ്യൂട്ടബിൾ ഫോർ സോൾവിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ദാറ്റ് മീൻസ് ഇപ്പം ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിന് മാച്ച് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതായിരിക്കും, ആ ലാംഗ്വേജിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, ആ ലാംഗ്വേജിൻ്റെ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള കോഡായിരിക്കും നമ്മൾ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ കോബോൾ എന്ന ലാംഗ്വേജ്, കോബോൾ മീൻസ് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മാത്തമെറ്റിക്കലി ഓറിയൻറ്റഡ് ലാംഗ്വേജസിനാണെങ്കിൽ ഫോർട്രാൻ യൂസ് ചെയ്യാം. ഫോർട്രാൻ മീൻസ് ഫോർമുല ട്രാൻസ്ലേഷൻ. അതായത് ഹയർ ലെവൽ ലാംഗ്വേജസിലാണെങ്കിൽ നമുക്ക് വി ക്യാൻ ചൂസ് ദ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ അവർ പർപ്പസ്. നമ്മുടെ പർപ്പസ് എന്താണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ലാംഗ്വേജിന് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണ് ആ പ്രോബ്ലത്തിന് മാച്ച് ആയിട്ടുള്ള ലാംഗ്വേജസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എല്ലാം പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്, പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണെന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന C++, പൈത്തൺ, ജാവ ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സിൻടാക്സ് ആൻഡ് കീവേഡ്സ്. ഹൈ ലെവൽ ലാംഗ്വേജസിന് അതിൻ്റേതായിട്ടുള്ള ഓരോ ലാംഗ്വേജസിന് അതിൻ്റേതായിട്ടുള്ള സിൻടാക്സും കീവേഡ്സും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആണ്, ഈസി ടു ലേൺ, ദേ റിക്വയർ ലെസ് ടൈം ടു റൈറ്റ്, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ഇറ്റ്സ് പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മെഷീൻ ഓൺ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസ് ക്യാൻ ബി റൺ ഓൺ എനി കമ്പ്യൂട്ടർ. ഏത് പ്ലാറ്റ്ഫോമിൽ ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ക്യാൻ റൺ ഓൺ എനി കമ്പ്യൂട്ടർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ലോ ലെവൽ ലാംഗ്വേജസ്. ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പം ഇവിടെ ഇമ്പോർട്ടൻസ് മെഷീൻ ആയിരിക്കും. സോ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റ്സിലായിരിക്കും പ്രോഗ്രാം എഴുതിയേക്കുന്നത്. ദാറ്റ് മീൻസ് ബൈനറി ഫോർമാറ്റ്. ബൈനറി എന്ന് പറയുമ്പം നമുക്കറിയാം 0s and 1s കോമ്പിനേഷൻ ആയിരിക്കും. ആൻഡ് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജസ് എന്ന് പറയാം. അതുപോലെ തന്നെ ലോ ലെവൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജസിന് നമുക്ക് മെഷീൻ കോഡ് ഓർ ഓബ്ജക്റ്റ് കോഡെന്നും പറയാം. ലോ ലെവൽ ലാംഗ്വേജസിന് മെഷീൻ കോഡെന്നും അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസിന് നമ്മൾ സോഴ്സ് കോഡെന്നും റെഫർ ചെയ്യുന്നു. നെക്സ്റ്റ്,
It is a system of instructions and data executed directly by a computer CPU. That means ഇപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ബൈനറി വാല്യൂ അല്ലെങ്കിൽ ലോ ലെവൽ ഫോമാറ്റിലാണ് ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് എങ്കിൽ അവിടെ ഇനി ഒരു കൺവേർഷൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ആ സി പി യുവിന് ഡയറക്റ്റായിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The computer can understand and the programs written in machine languages directly. So, no translation of the program is needed. That means ലോ ലെവൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലാണ് ഇപ്പോൾ കോഡ് എഴുതി കൊടുക്കുന്നതെങ്കിൽ ആ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജാണല്ലോ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്ലേഷൻ്റെ ആവശ്യം ഇല്ല. ഡയറക്റ്റായിട്ട് മെഷീൻ ലാംഗ്വേജിലാണ് ഒരു കോഡ് എഴുതി സിസ്റ്റത്തിന് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പ്രോഗ്രാം റിട്ടൺ ഇൻ മെഷീൻ ലാംഗ്വേജസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് വെരി ഫാസ്റ്റ്. അപ്പം ഒരു പ്രോഗ്രാം എഴുതുകയാണ്, ആ പ്രോഗ്രാം എഴുതിയേക്കുന്നത് മെഷീൻ ലാംഗ്വേജിലാണ്. അപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന മെഷീൻ ലാംഗ്വേജ് തന്നെയാണെങ്കിൽ അവിടെ ഒരു കൺവേർഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റത്തിൽ നമ്മൾ മെഷീൻ ലാംഗ്വേജാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ഒരു കൺവേർഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം ഡയറക്റ്റ് ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് ഫോർ ദ കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഇൻഎഫിഷ്യൻറ്റ് ഫോർ പ്രോഗ്രാമേഴ്സ്. ഇത് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് എഫിഷ്യൻ്റ് ആയിരിക്കും, പ്രോഗ്രാമറെ സംബന്ധിച്ച് ഇൻഎഫിഷ്യൻറ്റും ആയിരിക്കും. ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസിന് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജസ് എന്നാണ് കരുതപ്പെടുന്നത്. നെക്സ്റ്റ് മെഷീൻ ലാംഗ്വേജ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഹാർഡ്വെയർ ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദി പ്രോസസ്സർ ദാറ്റ് ദ കമ്പ്യൂട്ടർ യൂസസ് ആൻഡ് ദസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഇതെന്ന് പറയുന്നത് ഈ മെഷീൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഹാർഡ്വെയർ ഡിപ്പെൻഡൻറ്റ് ഓർ മെഷീൻ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാം. So, a machine level program written on one computer may not work on another computer with a different processor. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ എഴുതിയേക്കുന്ന കോഡ് മറ്റൊരു കമ്പ്യൂട്ടർ വിത്ത് ഡിഫറെൻറ്റ് പ്രോസസ്സർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യണം എന്നില്ല. ബിക്കോസ് അത് ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ ലാംഗ്വേജസ് നോക്കാം. ദ ഓൺലി അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ദ പ്രോഗ്രാം ഓഫ് ദ മെഷീൻ ലാംഗ്വേജ് റൺ വെരി ഫാസ്റ്റ്. നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ്. ഈ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ച് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ്. ദ പ്രോഗ്രാമർ ഹാസ് ടു നോ ഡീറ്റെയിൽസ് ഓഫ് ഹാർഡ്വെയർ ടു റൈറ്റ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ച് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണെന്ന് പറഞ്ഞു. സോ പ്രോഗ്രാമർക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരിക്കും ഒരു മെഷീൻ ലാംഗ്വേജിൽ ഒരു കോഡ് എഴുതുക എന്ന് പറയുന്നത്. ബിക്കോസ് ഹി ഹാസ് ടു നോ ദ ഡീറ്റെയിൽസ് ഓഫ് ഹാർഡ്വെയർ യൂസിങ്. ആ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം കോഡ് എഴുതുന്നതിന് മുന്നേ തന്നെ. പിന്നെ ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ച് ഈ സീറോസും വൺസിൻ്റെയൊക്കെ സീറോസിലും വൺസിലൊക്കെ എഴുതിയിരിക്കുന്ന കോഡ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നതും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം എവിടെയെങ്കിലും ഒരു കോഡ് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു എററൊക്കെ വന്നു കഴിഞ്ഞാൽ എറർ എവിടെയാണ്, എങ്ങനത്തെ എററാന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രോഗ്രാമറെ സംബന്ധിച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ദാറ്റ് മീൻസ് ഡിഫിക്കൽട്ടി ഇൻ ഡിബഗിങ് ഓൾസോ. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടും കവർ ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്ന പോർഷൻസ് ആയിരുന്നു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ, പിന്നെ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ്. നെക്സ്റ്റ് നമ്മൾ തേർഡ് പാർട്ടിലോട്ട് വന്ന് നോക്കുകയാണ്. തേർഡ് പാർട്ട് മീൻസ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രക്ചേർഡ് അപ്രോച്ചസ്. ഈ ഏരിയയിൽ ഫോക്കസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാമെന്നുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, അതായത് നമുക്കൊരു പ്രോഗ്രാം പല രീതിയിൽ എഴുതാൻ പറ്റും.
ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആക്കിയിട്ട് പ്രോഗ്രാം എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം മൊഡ്യൂളായിട്ട് എഴുതുക എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം സിയിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ കാണുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആ വലിയ പ്രോഗ്രാമിനെ അതേപോലെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം, പോസിബിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒരു വലിയ പ്രോഗ്രാമിന് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതൊക്കെയാണ് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറൽ പർട്ടിക്കുലർ ഓർഡറിങ്ങിൽ ആ പ്രോഗ്രാംസിനെ മൊഡ്യൂളാക്കി എടുത്തിട്ട് അതിനെ റൺ ചെയ്യുക. അതുപോലെ തന്നെ 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുക. പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ മീൻസ് ഇപ്പം ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സി ലാംഗ്വേജിൽ തന്നെ എഴുതിയിട്ടുള്ള 2 പ്രോഗ്രാംസ് ആയിരിക്കും. പക്ഷേ 2 പ്രോഗ്രാംസും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഈ പ്രോഗ്രാംസിനെ നമുക്ക് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ സ്പീഡ് കൂടും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇത്തരം അപ്രോച്ചസിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് അപ്രോച്ചസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് C++, നമ്മൾ പഠിക്കാൻ പോകുന്ന സി ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണെന്ന് പറയാം. C++, ജാവ എക്സെട്ര, ഇതൊക്കെയാണ് സ്ട്രക്ചേർഡ് അപ്രോച്ചിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. Can be defined as a programming approach in which the program is made as a single structure. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്നത് സ്ട്രക്ചേർഡ് അപ്രോച്ചസിൽ പ്രോഗ്രാംസൊക്കെ ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ടായിരിക്കും എഴുതുന്നത്. ഇപ്പം നമ്മൾ സീൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ സിയിൽ പ്രോഗ്രാമിനെ അറേഞ്ച് ചെയ്യുന്നത് മെയിനകത്താണ്. അപ്പം സിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതുന്നത്. അത് കണക്ക് തന്നെ സ്ട്രക്ചേർഡ് അപ്രോച്ചസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ കോഡ് വിൽ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ഓൺ ആഫ്റ്റർ അതർ. അതായത് ഇൻ ദ കേസ് ഓഫ് എ സ്ട്രക്ചേർഡ് അപ്രോച്ചസ് കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് നടക്കുന്നത്. അത് എന്താണ് ഈ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷന് കാരണം എന്ന് വെച്ചാൽ മേ ബി ഇപ്പം നമ്മൾ സെയിം വേരിയബിൾ തന്നെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ സെയിം വേരിയബിൾ തന്നെ 1-2 സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട്. സെയിം വേരിയബിൾ മീൻസ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. സപ്പോസ് നമ്മൾ ഈ സെയിം വേരിയബിൾ തന്നെ ഡിഫറെൻറ്റ് പ്ലേസിൽ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് തെറ്റാകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രീവിയസ്ലി കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടായിരിക്കുമല്ലോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിസൾട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി ക്ലിയർ ആവുന്ന രീതിയിൽ പറയാം. ഇപ്പം നമ്മൾ സെയിം വേരിയബിൾ തന്നെയാണ് ഒരു പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് തെറ്റാകും. എന്നുവെച്ചാൽ ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ലൈൻ ബൈ ലൈൻ ആണെങ്കിൽ ഇപ്പം പ്രീവിയസ്ലി നമുക്ക് ഇപ്പോൾ ഒരു വേരിയബിളിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്തു. ആ റിസൾട്ട് ആയിരിക്കും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആ ഓർഡറിൽ തന്നെ നടക്കും. അല്ല റാൻഡമായിട്ടൊക്കെയാണ് ഇപ്പം എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തെറ്റായിരിക്കും. കാരണം പ്രീവിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ ഇൻസ്ട്രക്ഷൻസ് വിൽ എക്സിക്യൂട്ട് ഇൻ എ സീരിയൽ ആൻഡ് സ്ട്രക്ചേർഡ് മാനർ. ദാറ്റ് മീൻസ് ഇതിപ്പം സ്ട്രക്ചേർഡ് അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് സീരിയലായിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സീരിയൽ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം എന്തായാലും ഇത് ഒരു പ്രോഗ്രാംസ് എല്ലാം ഒരു സ്ട്രക്ചേർഡ് മാനറിലായിരിക്കും
റൺ ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ദ പോസിബിലിറ്റി ഓഫ് ജമ്പിങ് ഫ്രം വൺ ഇൻസ്ട്രക്ഷൻ ടു സം അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനി സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ഗോ ടു. ദാറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് അസംബ്ലി ലാംഗ്വേജസ് അറിയാമല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട് പറഞ്ഞു. ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് റീഡബിൾ ലാംഗ്വേജസ് ആണെന്ന് പറഞ്ഞു. ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ ദീസ് 2 ലാംഗ്വേജസ് ആണ് അസംബ്ലി ലാംഗ്വേജ് ഉള്ളത്. അപ്പം അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് പാർഷ്യലി ഹ്യൂമൻ റീഡബിൾ ആയിരിക്കും. അപ്പം ഈ അസംബ്ലി ലാംഗ്വേജസിലൊക്കെ ആണെങ്കിൽ ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് വേറൊരു ഇൻസ്ട്രക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഗോ ടു കോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് ഈ സ്ട്രക്ചേർഡ് അപ്രോച്ചിൽ പോസിബിൾ അല്ല. സ്ട്രക്ചേർഡ് അപ്രോച്ചിലാണെങ്കിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് പോസിബിൾ. ഈച്ച് ആൻഡ് എവറി ലൈൻ മസ്റ്റ് ബി പ്രോസസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഓരോ ലൈനും പ്രോസസ്സ് ചെയ്യാൻ വേണം, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ ലൈനും പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് സിംഗിൾ ടൈം ഇവൻ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ദ പ്രോഗ്രാം യൂസസ് സിംഗിൾ എൻട്രി ആൻഡ് സിംഗിൾ എക്സിറ്റ് എലമെൻറ്റ്. അതായത് ഇപ്പം ഞാനിപ്പം ഒരു സി ലാംഗ്വേജിൽ സി കോഡിൽ ഒരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യുമ്പം ഇപ്പം ഫസ്റ്റ് റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാം ഫുൾ കവർ ചെയ്ത് ഫുൾ എക്സിക്യൂട്ട് ഈച്ച് ലൈൻ പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിക്കഴിയണം. അത് കഴിഞ്ഞാലേ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയാണ് സ്ട്രക്ചേർഡ് അപ്രോച്ചസിലൊക്കെ ഈ ഒരു മാനറാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാംസ് എല്ലാം ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അതാ സിംഗിൾ ടൈം ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഒരു സിംഗിൾ എൻട്രി ആൻഡ് സിംഗിൾ എക്സിറ്റ് ആയിരിക്കും. അല്ലാണ്ട് ഇപ്പം ഒന്ന് എൻട്രി ചെയ്തു പ്രോഗ്രാം റൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ബാക്കി ചെയ്യാനല്ല. റൺ ചെയ്ത് തുടങ്ങിയാൽ എല്ലാ ലൈൻസും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ അത് എക്സിറ്റ് ആവുള്ളൂ. നെക്സ്റ്റ്, ദ സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ് ആർ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, വെൽ സ്ട്രക്ചേർഡ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് സെപ്പറേറ്റഡ് മൊഡ്യൂൾസ്. ഹെൻസ് ഇറ്റ് ഈസ് വെൽ മെയിൻറ്റൈൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. ദാറ്റ് മീൻസ് സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആ പേര് പറയുന്നത് പോലെ തന്നെയാണ് പ്രോഗ്രാംസൊക്കെ സ്ട്രക്ചർ ചെയ്തേക്കുന്ന ഒരു പ്രോഗ്രാംസൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് വെൽ സ്ട്രക്ചേർഡ് മാനറിലായിരിക്കും. അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇറ്റ്സ് ലുക്ക് ക്ലീൻ ആൻഡ് നീറ്റ്. കാണാൻ വൃത്തി ഉണ്ടാവും. ഇനി നെക്സ്റ്റ്, ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 3 ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാംസിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് നോർമൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ കണ്ടീഷൻ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നോർമലി ഒരു മെയിനിൽ ഇൻസ്ട്രക്ഷൻസ് ലൈൻ ബൈ ലൈൻ എഴുതുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ സീക്വൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കാര്യം നമ്മൾ ഏതാണ് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും. ഇപ്പം സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഫ് ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അഡിഷൻ പെർഫോം ചെയ്യണം, ഈവൻ നമ്പർ ആണെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം എന്ന് ഒരു കണ്ടീഷൻ വരികയാണ്. അപ്പം നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണ്,
നമ്പർ ഓടാണെന്നുണ്ടെങ്കിൽ ഇന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. അല്ല എൽസ് ഇപ്പോൾ ഓടല്ല എൽസ് ഇന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഏത് ഇൻസ്ട്രക്ഷൻ വേണമെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏത് ലൈൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചില സെറ്റ് ഓഫ് കോഡ്സിലാണെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് 1 to 10 നമ്പേഴ്സ്, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്തെടുക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. ഒന്നെങ്കിൽ 10 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതി ഓരോന്നിലും പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് പ്രിൻറ്റ് 1, പ്രിൻറ്റ് 2 അങ്ങനെ 10 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കോഡ് എഴുതാം. അതായത് 10 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതി പ്രോഗ്രാം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പ്രിൻറ്റ് ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് അതിനെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഐട്രേറ്റീവ്ലി കോൾ ചെയ്തെടുക്കുക. ഇതിനെയാണ് നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോർ, വൈൽ ഇതൊക്കെയാണ്. ഇതിപ്പം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറയുന്നത്. നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസർ ഫ്രണ്ട്ലി ആണ്, ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഈസി ടു മെയിൻറ്റെയിൻ, ഈസി ടു ഡീബഗ്, മോസ്റ്റ്ലി മെഷീൻ ഇൻഡിപെൻഡൻറ്റ്, സോ ഇറ്റ്സ് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും, need less time and effort, hence it is easy to develop. These are the advantages of structured program. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ലാംഗ്വേജസ് നോക്കിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 3rd പാർട്ട് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ഇവിടം വരെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തുന്നത്. താങ്ക് യു.